അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചതും അതുപോലെ തന്നെ ഖുർആൻ അവതരിച്ചതും റമളാൻ മാസത്തിലാണ് അല്ലേ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ് റമളാൻ എന്ന് പറയുന്നത്. റമളാനിനെ കുറിച്ച് ഖുർആനിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അല്ലേ? റമളാൻ ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. സൂറത്തുൽ ബഖറയിലെ 185 ആയത്താണ് അല്ലേ? ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണേ. അതുകൊണ്ട് റമളാൻ മാസത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. റമളാൻ മാസത്തിൽ ഓരോ ദിവസം 30 ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മൾ വളരെ പ്ലാൻ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ റമളാനിലെ നോമ്പ് നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണ് അല്ലേ? ആരാണോ റമളാൻ മാസം ലഭിച്ചതില്ല, അവർക്ക് ഭാഗ്യമായി ലഭിച്ചത്, അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. സൂറത്തുൽ ബഖറയിലെ 185 ആയത്തിൽ നിന്ന് പറയുന്നത് അല്ലേ? ഇസ്ലാം 5 കാര്യങ്ങളിലാണ് ഉയർത്തപ്പെട്ടത്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനെ പറഞ്ഞതാണ്. ഇസ്ലാം 5 കാര്യങ്ങളിലാണ് ഉയർത്തപ്പെട്ടത്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുക. അപ്പം ആദ്യം സാക്ഷ്യം വഹിക്കലാണ്. 2 എന്ന് പറയുന്നത് നമസ്കാരം നിലനിർത്തൽ. 3 സക്കാത്ത് നൽകൽ. 4 റമളാനിൽ നോമ്പനുഷ്ഠിക്കൽ. 5 ഹജ്ജ് നിർവഹിക്കൽ. അപ്പോൾ 4ാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്? റമളാനിൽ നോമ്പനുഷ്ഠിക്കലാണ്. അപ്പോൾ നോമ്പ്, വ്രതമനുഷ്ഠിക്കുക, നോമ്പെടുക്കുക എന്ന് പറയുന്നത്, റമളാൻ മാസത്തിൽ നോമ്പെടുക്കുക എന്ന് വളരെ പുണ്യകരമായിട്ടുള്ള ഖുർആൻ അവതരിച്ച നബിക്ക് പ്രവാചകത്വം ലഭിച്ച മാസം കൂടിയാണ് അല്ലേ? അപ്പം അതുകൊണ്ട് റമളാനിനെ ആ ഒരു ഗൗരവത്തോടു കൂടി കാണാൻ നമുക്ക് സാധിക്കണം. ഇനി നമുക്ക് റമളാനിൽ എന്തൊക്കെ ചെയ്യാം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റമളാനിൽ ഒരു കലണ്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. റമളാനിൽ ഒരു കലണ്ടർ ഉണ്ടാക്കാം. നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെ എപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യും, നമുക്ക് എത്ര തവണ, 3 തവണ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കണോ, 2 തവണ മുഴുവനായിട്ട് ഖുർആൻ പാരായണം ചെയ്ത് തീർക്കണോ, അങ്ങനെ നമ്മൾ പ്ലാനിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2ാമത്തെ സംഗതി, നല്ല നമുക്ക് കൂടുതലായിട്ട് അറിവ് നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. റമളാനിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, നമുക്ക് താല്പര്യമുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. കുറച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ അനിയനും അനിയത്തിമാരോടൊക്കെ അവർക്ക് റമളാനിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് തന്നെ ഒരു അറിവ് ഉണ്ടാകുക എന്നുള്ളതാണ്. അടുത്തത്, നമുക്ക് ഇഫ്താർ മീറ്റുകളിൽ നമുക്ക് പങ്കെടുക്കാം. ഇഫ്താർ മീറ്റുകളിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് അത് ഇഫ്താർ മീറ്റുകൾ ഒരുക്കലാകാം, അത് പങ്കെടുക്കലാകാം, ഒക്കെ ചെയ്യാം. അടുത്ത, ഒരു സ്റ്റിക്കർ ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ നോമ്പെടുക്കുന്ന ഓരോ നോമ്പെടുത്താൽ എന്ത് ചെയ്യുക, നമുക്ക് ഓരോ സ്റ്റിക്കറുകൾ ഇങ്ങനെ കൃത്യമായിട്ട് പേസ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ തന്നെ നല്ല ഓരോ സ്റ്റിക്കറുകൾ വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു മത്സരം ഉണ്ട്, മുഴുവനായി നോമ്പെടുത്തവർ, കൃത്യമായിട്ട് നോമ്പിന് പുസ്തകങ്ങൾ വായിച്ചവർ എന്നുള്ള ഏതെങ്കിലും ഒരു മത്സരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ മത്സരത്തിൽ സമ്മാനങ്ങൾ നേടുകയും കൂടുതൽ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ നല്ല സുന്ദരമായി റമളാന് നമുക്ക് ആസ്വദിക്കാനും സാധിക്കും. അതുപോലെ നല്ല നല്ല മത്സരങ്ങളിൽ പങ്കെടുക്കാം. റമളാനുമായിട്ടുള്ള ക്വിസ് മത്സരങ്ങൾ ഉണ്ടാകാം, പാരായണ മത്സരം ഉണ്ടാകാം, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ, അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസംഗം, പിന്നെ അതുപോലെ അങ്ങനെയുള്ള മത്സരങ്ങളെല്ലാം പങ്കെടുക്കുക. റമളാനിനെ കുറിച്ചുള്ള കഥകളെ കേൾക്കാനോ അങ്ങനത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ വീട് അലങ്കരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ റൂം നല്ല ഭംഗിയിൽ അലങ്കരിക്കുക. എല്ലാ റസൂലിൻ്റെ കോട്ടുകൾ, അത് വായിച്ചാൽ നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്ന രീതിയിലുള്ള കോട്ടുകളൊക്കെ വെച്ചുകൊണ്ട് അലങ്കരിക്കുക. നല്ല ബൾബുകളൊക്കെ, നല്ല കുഞ്ഞു കുഞ്ഞു ബൾബുകളൊക്കെ വാങ്ങി ഭംഗിയാക്കിയാൽ നല്ല കാണാനും നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാനും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഉള്ളൊരു വൈബ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റമളാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ചെയ്യാം, കൂടുതൽ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഷ്യൽ മീഡിയസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക പല പല വീഡിയോസ് കാണാനാണ്.
അത് നമുക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പിന്നെ റമദാൻ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ പരമാവധി കാണാം. അതുപോലെ വീഡിയോ സീരീസ് ഒറ്റ ഒരു വീഡിയോയിൽ നിർത്തുന്നതല്ല, ഒന്ന് കഴിഞ്ഞാൽ അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന റമദാൻ സീരീസുകൾ ഉണ്ടാവും, അത് കാണാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ റമദാൻ കളറിങ് ആണ്. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സംഗതികൾ നമുക്ക് കളർ ചെയ്യുക, നല്ല ഭംഗിയിൽ ക്രാഫ്റ്റ് ഉണ്ടാക്കുക, ഖുർആൻ ആയത്തുകളൊക്കെ കാലിഗ്രഫി ചെയ്യുക, നല്ല ഭംഗിയിൽ എഴുതുക, ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇസ്ലാമിക് കളർ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് അതിൽ നമുക്ക് കളർ അടിക്കാനും ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ടത് പ്രാർത്ഥനകൾ പുതിയതായിട്ട് പഠിക്കുക. നമ്മുടെ നമസ്കാരവും ഖുർആൻ പാരായണമൊക്കെ നമ്മൾ കലണ്ടറിൽ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതോടൊപ്പം പുതിയ പുതിയ പ്രാർത്ഥനകൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് അത് കീപ്പ് ചെയ്ത് അത് ട്രാക്ക് ചെയ്ത് ഇതുപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയിൽ റമദാൻ കൊണ്ടുപോവുക. അത് നേരത്തെ പ്ലാൻ ചെയ്താലാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുക. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടിനടുത്ത് കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ, നമ്മൾ പോലുള്ള പിന്നെ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ ഉള്ള വീടുകൾ ഉണ്ടാകും. അപ്പം അവരെ നമ്മളൊന്ന് സന്ദർശിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആസ്വദിക്കാനും ഒക്കെ സാധിക്കും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റമദാനിനെ വരവേൽക്കുക. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ തോട്ടുകൾ പങ്കുവെക്കാം. അതുപോലെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുകയാണ്, ഒരു സന്ദേശം പകരുന്ന ഒരു വീഡിയോ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് അയച്ചെന്നാൽ നമ്മുടെ ചാനലിൽ അത് ഇടാൻ, ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ പിന്നെ കാണാനും അതുപോലെ അവർക്കതിൽ കൂടുതൽ നന്മകൾ ചെയ്യാനും മുൻപന്തിയിലേക്ക് വരാൻ പാകത്തിന് ഉള്ള വീഡിയോസ് നമുക്ക് നമ്മുടെ ഈ റമദാൻ മാസത്തിൽ കൂടുതലായിട്ട് അയക്കാം. ഒപ്പം പല മദ്രസയിൽ ഒരുപാട് എക്സാമുകൾ വരുന്നൊരു സന്ദർഭമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിന് ഓറിയൻറ്റഡ് ആയിക്കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പരീക്ഷയെ വരവേൽക്കുകയും ചെയ്യാം. 7ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് എക്സാം ഉണ്ട്, 9ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് എക്സാം ഉള്ളതാണ്. അപ്പോൾ റമദാനിനെ നന്നായി വരവേൽക്കാനും പഠിക്കാനും ഒക്കെ അള്ളാഹു നന്നായി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.